ഇനി നമ്മൾ പോകുന്നത് വണ്ടിപ്പെരിയാറിലേക്കാണ്. അവിടെ കടുവയെ പിടികൂടാനുള്ള പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് വനംവകുപ്പ്. ഇന്ന് തന്നെ ഒരുപക്ഷെ മയക്കുവെടി വയ്ക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. ഈ കടുവ ആരോഗ്യപരമായി വളരെ മോശം നിലയിലാണ്. അതുകൊണ്ട് തന്നെ ഈ മയക്കുവെടി വച്ചാൽ എങ്ങനെ അത് അതിജീവിക്കും എന്നതടക്കമുള്ള ഒരുപാട് ആശങ്കകൾ നിൽക്കുന്നുണ്ട്. ജോസിൽ നമ്മളോടൊപ്പം ചേരുകയാണ് ഇപ്പോൾ വണ്ടിപ്പെരിയാറ്റിൽ നിന്ന്. ജോസിൽ, ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് രാവിലെ വണ്ടിപ്പെരിയാറ്റിൽ? നല്ല തണുപ്പാണോ? ഗുഡ് മോർണിംഗ് മനു. വലിയ തണുപ്പൊന്നും ഇല്ല എന്നുള്ളതാണ് അവസ്ഥ. ഏതായാലും വളരെ സുഖകരമായ ഒരു അവസ്ഥ. ഏതായാലും ആശങ്കകളെല്ലാം ഇന്നുകൊണ്ട് പരിഹാരം ഉണ്ടാക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 3-ാം തീയതി തൊട്ട് ഈ മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ആശങ്കയാണ്. ഇവിടെ കുട്ടികൾക്ക് ഇന്ന് മയക്കുവെടി വെക്കാനുള്ള എല്ലാ രീതിയിലുമുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ സർക്കാർ തലത്തിൽ സ്വീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ തഹസീൽദാർ, പീരുമേട് എൽഎ തഹസീൽദാർ, അതായത് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് അടക്കമുള്ള ആളുകൾ എന്തെങ്കിലും അടിയന്തരമായ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇതൊരു വന്യമൃഗമാണ്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ തളർന്ന് അത് അവശയായി കിടക്കുകയാണെങ്കിൽ പോലും പെട്ടെന്ന് എന്തെങ്കിലും ഒരു മയക്കുവെടി വെക്കുമ്പോൾ ഒരു പ്രത്യാക്രമണം ഉണ്ടായാൽ അടിയന്തര ഘട്ടങ്ങളിൽ സ്വീകരിക്കേണ്ട നടപടികളടക്കം തീരുമാനിക്കുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് അടക്കം പ്രധാനപ്പെട്ട എല്ലാ വിഭാഗങ്ങളുടെയും ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട്. പോലീസിൻ്റെ സേനാ വിഭാഗങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് അടിയന്തര ഘട്ടങ്ങളിൽ നിലപാടുകൾ എടുക്കുന്നതിന് വേണ്ടി. അതുപോലെ തന്നെ CCF അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേരും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. RS അരുൺകുമാർ CCF ഇവിടെ എത്തിച്ചേരും. അതുപോലെ തന്നെ DFO N രാജേഷ്, അതുപോലെ തന്നെ വിവിധ റേഞ്ച് ഓഫീസർമാർ എല്ലാം ഈ സംഭവ സ്ഥലത്തേക്ക് എത്തും. അങ്ങനെ ഈ പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം RO ചേരുകയാണ്. എന്താണ് നമ്മളുടെ ഇന്നത്തെ തീരുമാനങ്ങൾ? ഇന്നിപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട് അതിനെ ലൊക്കേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ റീജിയൻ ഇപ്പോൾ അതിൻ്റെ ഒരു ക്ലിയർ ആയിട്ട് നമുക്കിപ്പോൾ കിട്ടിയിട്ടില്ല. നമ്മളതിനെ ലൊക്കേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ട്രാങ്കുലൈസിങ് ടീം നമ്മൾ ഇറങ്ങും. ഈ ആരോഗ്യസ്ഥിതി എങ്ങനെയാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്? ആരോഗ്യസ്ഥിതി ഇപ്പോൾ ഈ പറയുന്ന പോലെ ഫൂട്ടേജ് ഒക്കെ വെച്ചിട്ട് നമ്മൾ നോർമലി പറയുന്നത് തന്നെയാണ്. ഈ പറയുന്ന പോലെ ഒരു ഹെൽത്ത് കണ്ടീഷൻ അത്ര നോർമൽ അല്ല. എന്നാൽ പോലും ഇന്നലെ ചെറിയ മൂവ്മെൻ്റ് ഉള്ളതുകൊണ്ട് അവർക്കൊരു ചെറിയൊരു സംശയങ്ങളുണ്ട്. ഓക്കെ, അതാണ് മനു പറയുന്നത്. ഇപ്പോൾ ഈ കടുവയുടെ ഹെൽത്ത് കണ്ടീഷൻ അത് അത്യാവശ്യം മോശമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവിധ തയ്യാറെടുപ്പുകളും ഇവിടെ നടത്തിയിട്ടുണ്ട്. വിവിധ റേഞ്ച് ഓഫീസർ എരുമേലി, അതുപോലെ ഡോക്ടർമാർ 2 പേര് ഇവിടെ സംഭവ സ്ഥലത്ത് തന്നെയുണ്ട്. ഡോക്ടർമാരുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ സ്ഥിതിഗതികളെല്ലാം ഡ്രോണിൽ നിരീക്ഷിച്ച് ഈ കടുവയുടെ അവസ്ഥ മനസ്സിലാക്കാൻ മാത്രമാണ്. അടുത്തുപോയി മുമ്പ് ഡോക്ടറോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അടുത്തുപോയി കാര്യങ്ങൾ പരിശോധിക്കാൻ പറ്റുന്ന സാഹചര്യമല്ലോ, പക്ഷേ ഡ്രോണിൻ്റെ സഹായത്തോടെ നിരീക്ഷിച്ചപ്പോൾ കടുവ അവശ്യ നിലയിൽ തന്നെയാണ്. ഏതായാലും കുറേ ദിവസങ്ങളായി ഈ മേഖലയിൽ ഉണ്ടായിരുന്ന ആശങ്കകൾക്ക് ഇന്ന് പരിഹാരമുണ്ടാക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളുമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. പോലീസ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, അതിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥർ തന്നെ സംഭവ സ്ഥലത്ത് എത്തി വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനു, ഇവിടെ സ്വാഭാവികമായും ദൗത്യം ഇങ്ങനെ കുറച്ചൊന്ന് നീണ്ടുപോകുമ്പോൾ നാട്ടുകാർക്ക് വലിയ ആശങ്ക ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നാട്ടുകാരൊക്കെ വനംവകുപ്പിനോട് ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ടോ? വനംവകുപ്പ് അവരോട് നൽകുന്ന ഒരു മറുപടി അതെങ്ങനെയാണ് ഈ ദൗത്യത്തെക്കുറിച്ച്? തീർച്ചയായും ഇന്നലെ ഈ ദൗത്യം ആരംഭിക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. ഒരു 5 മണിക്ക് ശേഷം ഇത്തരത്തിൽ മയക്കുവെടി വെക്കാൻ ഒരു തീരുമാനമെടുക്കുകയും മയക്കുവെടി വെക്കാനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്തു. എന്നാൽ അത് നടക്കാതെ 6:30 വെളിച്ചക്കുറവ് മൂലം അത് അവസാനിപ്പിക്കേണ്ട വന്ന ഒരു ഘട്ടത്തിൽ നാട്ടുകാർ ഈ പ്രദേശത്തെ ആളുകൾ ഈ DFOയോടും അതുപോലെ തന്നെ ROയോടുമെല്ലാം ഇത്തരത്തിൽ കുറേ ദിവസങ്ങളായി ഞങ്ങൾ ആശങ്കകൾ അനുഭവിക്കുകയാണ്. ഇവിടെ ഞങ്ങൾക്ക് തൊഴിലെടുക്കാൻ പോകാൻ പറ്റുന്നില്ല, ഞങ്ങളുടെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യമെല്ലാം വിശദീകരിച്ചപ്പോൾ ഏതായാലും ഇന്നലെ അവർക്ക് കൊടുത്ത ഉറപ്പാണ് എന്തായാലും ഇന്ന് ഒരു തീരുമാനം ഈ കാര്യത്തിൽ ഉണ്ടാകും എന്നുള്ളൊരു ഉറപ്പ് കൊടുത്തതിന് ശേഷമാണ് ഇന്നലെ DFO ഇവിടുന്ന് പോയത്. ഏതായാലും ഇന്ന് CCF അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേരും എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് അടക്കമുള്ള ആളുകൾ, അതുപോലെ തന്നെ ഈ കടുവയെ ഇവിടുന്ന് പിടിച്ചാൽ തേക്കടിയിലേക്ക് ചികിത്സയ്ക്ക് കൊണ്ടുപോകാനുള്ള കൂട് അടക്കമുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. എങ്ങനെ എല്ലാവിധ തയ്യാറെടുപ്പുകളും ഇന്നിവിടെ നടത്തിയിരിക്കുകയാണ്. തുടർച്ചയായി ഡ്രോൺ ഉപയോഗിച്ച് ഈ കടുവയെ നിരീക്ഷിച്ചു വരുന്നുണ്ട്, ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ നിലവിൽ ഉള്ള ഒരു ഇപ്പോൾ CCFും കൂടെ 9 മണിയോടുകൂടിയാണ് CCF ഇവിടെ എത്തുന്നത്. ആ CCF എത്തിയിട്ടാവാൻ ചിലപ്പം അത്തരമൊരു ദൗത്യത്തിലേക്ക് നീങ്ങുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, അതങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഈ എന്തുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ ആരോഗ്യനില മോശമായി പോയത് എന്നതിനെക്കുറിച്ച് പറയുന്നുണ്ടോ? മറ്റു കടുവകളും മറ്റു വന്യജീവികളുമായിട്ടുള്ള സംഘർഷമാണോ, അതോ ഏതെങ്കിലും തരത്തിൽ വല്ല കെണിയിലോ മറ്റോ കുടുങ്ങിയിരുന്നോ? വനംവകുപ്പിന്റെ ഒരു നിഗമനം ആ രീതിയിൽ എങ്ങനെയാണ്?
അത്തരത്തിലുള്ളൊരു സ്ഥിരീകരണം, കാരണം കടുവയുടെ അടുത്ത് പോയി ഇതുവരെ ഒരു പരിശോധന നടത്താൻ സാധിച്ചിട്ടില്ല. ഏത് രീതിയിലാണ് ഇതിന് പരിക്കേറ്റത്, ചിലപ്പോൾ ഈ കെണി അടക്കമുള്ള കാര്യങ്ങളിൽ വീണതാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും മുള്ളുവേലിയിൽ കുടുങ്ങിയതാണോ, അല്ലെങ്കിൽ ഈ കടുവകൾ തമ്മിലുള്ള വന്യമൃഗങ്ങൾ തമ്മിലുണ്ടായ ഒരു ഫൈറ്റിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായതാണോ എന്നുള്ളതൊക്കെ പരിശോധിച്ചാൽ മാത്രമാണ് സാധിക്കുകയുള്ളൂ. ഏതായാലും കടുവ കാരണം കഴിഞ്ഞ കുറേ ദിവസമായി ഒരു സ്ഥലത്ത് തന്നെ കിടക്കുകയാണ്. ഇന്ന് ഒരു നേരത്തെ കൂട് സ്ഥാപിച്ചതിൽ നിന്ന് ഒരു 300 മീറ്റർ മാറി ഒരു ചതുപ്പ് പ്രദേശത്ത് ഈ കടുവ കിടന്ന കിടപ്പിൽ കിടക്കുകയാണ്. കുറേ ദിവസങ്ങളായി അപ്പോൾ അത് ഒരു ഭക്ഷണവും കഴിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ വളരെ ക്ഷീണിതനായ അവസ്ഥയിലാണ് കടുവ ഉള്ളത്. അതുകൊണ്ടാണ് ഈ മയക്കുവെടി വെച്ച് കഴിഞ്ഞാൽ എന്താകും അവസ്ഥ എന്നുള്ളത്. സമീപകാല സംഭവവികാസങ്ങളെല്ലാം നമുക്കറിയാം. ചികിത്സയ്ക്ക് വേണ്ടി ആനയടക്കം പിടിച്ചപ്പോഴെല്ലാം അതെല്ലാം ചെരിയുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ പോയത് നമുക്കറിയാം. അപ്പം ആ ഒരു അവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെയാണ് ആദ്യം ഒന്ന് മടിച്ച പരമാവധി കൂട്ടിലേക്ക് ഇതിനെ കൂട്ടിൽ കയറ്റി കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമമാണ് ആദ്യഘട്ടം നടത്തിയത്. എന്നാൽ ഇവിടുന്ന് ഈ കിടന്ന കിടപ്പിൽ കിടക്കുന്ന ഒരു അവസ്ഥ ആയതുകൊണ്ട് തന്നെ അതിനൊരു സാധ്യതയുമില്ല. ഏറ്റുപോയി കൂട്ടിലേക്ക് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. എന്ത് ഭക്ഷണം എടുത്തുകൊണ്ടേ വെച്ച് കൊടുത്താലും ആട്ടുംകുഞ്ഞിനെയാണ് ഇതിനകത്ത് കെട്ടിയിട്ടിരുന്നത്. അത് അങ്ങോട്ട് ആ പരിസരത്തോട്ട് പോലും കടുവ പോകാതെ കിടന്ന കിടപ്പിൽ കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് ഈ മയക്കുവെടി വെച്ചതിന് ശേഷം കടുവയെ ഇവിടെ നിന്ന് മാറ്റി തേക്കടിയിൽ എത്തിച്ച് ചികിത്സ നൽകാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. ശരി, ഏതായാലും അതിനെ എത്രയും വേഗം പിടികൂടാൻ കഴിയട്ടെ. നാട്ടുകാരുടെ ആശങ്ക പരിഹരിച്ച് അവരെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ കഴിയട്ടെ എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഏറ്റവും അപകടകാരിയായ ജീവി കൂടിയാണല്ലോ ഈ കടുവ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ എത്രയും വേഗം പിടികൂടണം. ഇവിടുത്തെ ഈ കടുവയുടെ പ്രശ്നം വെച്ചാൽ ഇതിന് എണീറ്റ് നിൽക്കാൻ ജീവനില്ല എന്നതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അതുകൊണ്ട് തന്നെ മയക്കുവെടി വെച്ചാൽ അത് എങ്ങനെ അതിജീവിക്കുമെന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പക്ഷേ ഈ ഡ്രോൺ ഫുട്ടേജൊക്കെ നിരീക്ഷിച്ച് കുഴപ്പമില്ല എന്നൊരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ വിദഗ്ധ സംഘം എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അതിന് നടപടികൾ ആരംഭിക്കും. വളരെ വേഗത്തിൽ ഇന്ന് മയക്കുവെടി വെക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ അതിനെ പിടികൂടാൻ വച്ചിരിക്കുന്ന കൂടിൻ്റെ ഒരു 300 മീറ്റർ ചുറ്റളവിൽ ഈ കടുവയുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം. അതിനെ ഫുൾ ടൈം അത് നിരീക്ഷണത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നു. വനംവകുപ്പ് സർവ്വസന്നാഹത്തോടു കൂടി വണ്ടിപ്പെരിയാറ്റിൽ ഗ്രാമ്പി എസ്റ്റേറ്റിൽ നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ ജോസിൽ അവിടെ നിന്ന് തത്സമയം നമുക്ക് നൽകിയത്. ഇവിടെ